നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു കല്യാണപത്മാവിൻ്റെ സാരാവലിയിലെ 18-ാം അധ്യായത്തിൽ നിന്നും സ്വീകരിച്ച പഞ്ചഗ്രഹ യോഗ നിരൂപണ ഭാഗം. ഇവിടെ പഞ്ചഗ്രഹ യോഗ നിരൂപണത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആദിത്യനും ചന്ദ്രനും ബുധനും ശുക്രനും ശനിയുമാകുന്നു. ഇവിടെ 2 പാപഗ്രഹങ്ങളാണ്, ആദിത്യനും ശനിയും. 3 ശുഭഗ്രഹങ്ങൾ, ചന്ദ്രനും ബുധനും ശുക്രനും. ഈ യോഗത്തിൽ ജനിച്ച വ്യക്തിയുടെ സവിശേഷതകളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ദീർഘോ രോമശഗാത്രോ മരണോത്സാഹി സുഖാർത്ഥ സുഖഹീന സ്യാത് പഞ്ചഭിരേകസ്ഥൈഹി ഇന ചന്ദ്രബുധാർക്കി ഭൃഗുപുത്രൈഹി. ഇവിടെ 5 ഗ്രഹങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആദിത്യൻ, ചന്ദ്രൻ, ബുധൻ, അർക്കി സൂര്യപുത്രൻ ശനി, പിന്നീട് ഭൃഗുപുത്രൻ എന്നാൽ ശുക്രൻ. അതിനാൽ ഈ പഞ്ചഗ്രഹങ്ങളുടെ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം ഇപ്രകാരമാണെന്ന് ആചാര്യൻ ഇവിടെ സമർത്ഥിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ദീർഘഭവതി, ഇയാൾ ദീർഘഗാത്രനാണ്, വലിയ ശരീരത്തിന് ഉടമസ്ഥനാണ്, ദീർഘശരീരത്തിന് ഉടമസ്ഥനാണ്. ഉയരം കുറഞ്ഞ വ്യക്തിയല്ല എന്നർത്ഥം, നല്ല ദീർഘമുള്ള ശരീരത്തോടു കൂടിയ ആളും. രോമശഗാത്ര, ശരീരം നിറയെ രോമത്തോടു കൂടിയ വ്യക്തിയുമാണ്. ശാരീരികമായി രോമവിഷയം ചിന്തിക്കുമ്പോൾ ശനിയാണ് രോമത്തിൻ്റെ കജഹ, മുടിയുടെയൊക്കെ ആൾ. മറ്റൊരു കാരകത്വം ബുധനുമുണ്ട്, ത്വക്കിൻ്റെ കാരകത്വം. ബുധനും ശനിയും കൂടി വരുന്ന വ്യക്തിക്ക് ധാരാളം ശരീരത്തിൽ പ്രസ്തുത ഭാഗങ്ങളിൽ ധാരാളം മുടി കാണാം. പിന്നീട് മരണോത്സാഹി, എപ്പോഴും ആത്മഹത്യ ചിന്ത ഉള്ള വ്യക്തിയായിരിക്കും. മരണത്തെപ്പറ്റി ചിന്തിക്കുക, അതിൽ ഉത്സാഹം കാണിക്കുക. പലപ്പോഴും മാനസികമായ ഡിപ്രഷനൊക്കെ വരുമ്പോൾ, ഉന്മാദാവസ്ഥ വരുമ്പോൾ മരിക്കുവാനുള്ള പ്രവണത, ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത കൂടിയ വ്യക്തിയുമായിരിക്കും. അതിന് മറ്റ് കാരണങ്ങൾ അടുത്ത വാക്കിൽ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. സുഖാർത്ഥ സുഖഹീന, സുഖം വളരെ കുറയും, ധനം കുറയും, സന്താനങ്ങളും ഇല്ലാത്ത അവസ്ഥ വരും. അതിനാൽ തനിക്ക് ഭൗതിക സുഖത്തിന് ഉതകുന്ന സാമഗ്രികൾ ഒന്നും തന്നെ ലഭിക്കില്ല. ധനമായാലും മക്കളുടെ ആ സ്നേഹമായാലും സ്വസ്ഥത ലഭിക്കാത്തൊരവസ്ഥ വരുമ്പോഴായിരിക്കാം ഈ വക രീതിയിലുള്ള ചിന്തകൾ മനുഷ്യൻ എപ്പോഴും മഥിക്കുക. നമുക്കറിയാം, ഒറ്റപ്പെടൽ തോന്നുമ്പോൾ ഡിപ്രഷൻ വരും, അപ്പോഴാണ് ആത്മഹത്യ ചിന്തകൾ വരിക, ഉന്മാദപരമായ അവസ്ഥകളൊക്കെ വരിക. ഇപ്രകാരമാണ് ഈ 5 ഗ്രഹങ്ങളുടെ യോഗത്തിലൂടെ ജനിക്കുന്ന വ്യക്തിയുടെ സ്വഭാവമെന്ന് ആചാര്യരുടെ സമർത്ഥിക്കുന്നു. നമസ്തേ.